ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വൈകുന്നേരം കോവിലിൽ ലക്ഷദീപ കാഴ്ചയാണ് കേട്ടോ. അലങ്കാരം മൊത്തത്തിൽ ലൈറ്റ് വെച്ചിട്ടുള്ള അലങ്കാരവും ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ കളിപ്പാട്ടക്കട കണ്ടപ്പോഴത്തേക്ക് അവന്മാർ രണ്ടുപേരെയും കണ്ണ് അവിടെ ഉടക്കി പിന്നെ വലിച്ചെടുത്തുകൊണ്ടൊക്കെ പോയി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കണതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ, വിളക്കും പടുക്കയായിട്ടൊക്കെ. അങ്ങനെ എന്താ കോവിലിൻ്റെ വെളിയിൽ ഇതാ ഇതുപോലെയാണ് ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ പൂക്കളും അതെല്ലാം വെച്ചൊരു അലങ്കാര പടുക്ക ഇവിടെ തയ്യാറാക്കും. എല്ലാ വർഷവും ഉണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. കോവിലിനകത്ത് നല്ല തിരക്കായിരുന്നു, നിറയെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ലക്ഷദീപ കാഴ്ച എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇതിലില്ലാത്ത ഫ്രൂട്ട്സുകളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗെയ്സ്. അത്രയ്ക്കും ഫ്രൂട്ട്സ് കൊണ്ട് അവർ നല്ല രീതിയിൽ അലങ്കാര പണി തന്നെ നടത്തി വെച്ചിട്ടുണ്ട്. അത് കാണാൻ കുറച്ച് സമയം നമ്മൾ നിന്ന് നോക്കി പോകും, അത്രയ്ക്ക് ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ വിളക്കൊക്കെ കത്തിച്ച് പടുക്കയൊക്കെ ഇട്ട് കുറേ പേര് ആ ഒരു ദീപാരാധന സമയത്ത് അവർ മിക്കുള്ള വീട്ടിലുള്ളവരും വിളക്ക് കത്തിക്കാനായിട്ട് അവിടെ എത്താറുണ്ട്. അപ്പോഴത്തെ ഇത് ഉത്സവത്തിൻ്റെ തീരോടിയുടെ തലേ ദിവസമാണ് കേട്ടോ ഈ ലക്ഷദീപ കാഴ്ചയും മറ്റുമൊക്കെ. അപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ വൈബായിട്ട് ഓണായിട്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ യേശു കളിപ്പാട്ടവും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മാമ്മ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തതിൻ്റെ സന്തോഷ പ്രകടനമാണ് കേശു അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ നിന്നപ്പോഴത്തേക്ക് പിന്നെ പിള്ളേർക്ക് കാല് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ അകത്ത് കയറി കേട്ടോ, ഓഡിറ്റോറിയത്തിനകത്ത് കയറി. ഇവിടെ സ്റ്റേജിൽ സംഗീത കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊന്ന് കാണാമെന്നും പറഞ്ഞ് അതവിടെ വന്നു. അങ്ങനെ ഇവിടെ ഫാനും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് സമയം ഇവിടെ ഒന്ന് ഇരുന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു കേസ്. അപ്പോഴിതാ കേശുവിന് കളിപ്പാട്ടമൊക്കെ കൊണ്ട് അവൻ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ കളിപ്പാട്ടം കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവൻ്റെ മുഖത്ത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയാൽ അവൻ ഹാപ്പിയാവും. ഈ സമയം സ്റ്റേജിൽ പ്രോഗ്രാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് സമയം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ഈ അലങ്കാര പടക്കൊക്കെ ഒന്നും നേത്യം സമയത്തോ അങ്ങനെ എന്തോ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അതെല്ലാം കുറച്ച് സമയം കണ്ട് നമ്മൾ അവിടെയൊക്കെ കുറച്ച് ചുറ്റി കറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേസ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു കേസ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.